ചോദ്യം ചെയ്യൽ നടക്കട്ടെ. നമ്മൾ ഇതുവരെ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകേണ്ടതായിട്ടുണ്ട്. അതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളിൽ നിന്നും ചോദിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചറിയേണ്ടത്. അടുത്ത ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമായ ഘട്ടം ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഈ വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ കേസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണവും കൂടുതൽ ചോദ്യം ചെയ്യലും ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. താങ്കൾ ഉന്നയിച്ചൊരു ആരോപണം കൂടിയുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഈ ഒരു കേസ് ഇത്രത്തോളം എത്തിച്ചതിൽ ഒരു പങ്ക് താങ്കൾക്കുമുണ്ട്. കാരണം ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയുന്ന പോലെ ഒരു വലിയൊരു സംരക്ഷണമായിരുന്നു CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ED-യുടെ റെയ്ഡിനിടയിൽ കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എന്തായാലും ഇന്ന് ആ ED ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. വീണയുടെ സാമ്പത്തിക ഇടപാട് അത് വീണ തന്നെ മറുപടി പറയണം എന്നുള്ള നിലയിലേക്ക് തന്നെ CPM എത്തിയിട്ടുണ്ടല്ലേ ഈ ഘട്ടത്തിൽ? അല്ല, ഇനി വീണയെ സംരക്ഷിക്കാൻ ഏതെങ്കിലും CPM പ്രവർത്തകർ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വന്നവരുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് CPM-ന്റെ അണികളാരും മാത്രമല്ലല്ലേ, പിണറായി വിജയനും മകളും പൊട്ടിച്ചതിന് സഹാക്കളൊക്കെ അതുങ്ങൾ അധ്വാനിച്ച് അവനവന്റെ അന്നത്തെ ആയിരത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന സഹാക്കള് 10-26 പേര് ജോലി കിടക്കുക. എത്ര ദിവസമായി ഇപ്പം വന്ന് ആലോചിക്കണ്ടേ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.